എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എന്താ കുറേ നാളിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ ഇത് സ്ഥിരമാക്കിയിട്ടുണ്ടല്ലേ, മാവേലി വരുന്നത് പോലെ ഇപ്പോൾ എപ്പോഴെങ്കിലാണ് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വിചാരിക്കും എന്തായാലും വീഡിയോസ് ചെയ്യണമെന്ന്. പിന്നെ ഓരോരോ തിരക്കായിട്ട് അതങ്ങ് വിട്ടുപോകും കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പോൾ ഹാമ്പറിൻ്റെ കുറച്ച് തിരക്ക് കൂടി ഉണ്ടായിരുന്നേ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതിൻ്റെ പിന്നാലെ ആയിരുന്നു. പിന്നെ യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതുവരെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതെനിക്കൊരിക്കലും കൈയൊഴിയാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളെന്താ രാവിലെ എഴുന്നേറ്റ് മുളക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ്. ഈ പച്ചമുളകിൻ്റെ തൈ ഉണ്ടല്ലോ, കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് കായ ഉണ്ടായിട്ടുണ്ട്. ഇത് നട്ടതും വലുതാക്കിയതും ഒക്കെ അമ്മയാണ് കേട്ടോ. ഞാൻ ഈ ഭാഗത്തേക്കേ വന്നിട്ടില്ല, ഇപ്പോഴാണ് ഞാൻ ഇതിൻ്റെ അടുത്തോട്ട് തന്നെ വരുന്നത്. പിന്നെ രാവിലെ അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്ക് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുളകൊക്കെ പറിച്ച് വെക്കാനായിട്ട്. പിന്നെ എനിക്കൊരു വീഡിയോസും കൂടി ആവുമല്ലോ എന്ന് കരുതിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വന്നതാണ് കേട്ടോ. പിള്ളേർ രണ്ട് നല്ല ഉറക്കത്തിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമാധാനത്തോടു കൂടി വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇനിയുള്ളതൊക്കെ നാളത്തേക്കേ ആവുള്ളൂ. അപ്പം ഞാനിതാ മുളക് പറിച്ച് ഇനി അകത്തോട്ട് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ കച്ചു ഇതെടുത്ത് 4 ഭാഗത്താക്കി വെക്കും. ഞങ്ങളെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് അറിയായിരിക്കും, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ അമ്പലമുണ്ട്. അപ്പോൾ അമ്പലത്തിൽ വെച്ചിട്ട് കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. പരിചയത്തിലുള്ള ആളെ കല്യാണം തന്നെയാണ്. അപ്പോൾ അമ്മയും മാമിയും ഒക്കെ ഇത് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഞാൻ എന്താ പിള്ളേർക്ക് കുടിക്കാനായിട്ട് പാല് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം പുറത്തേക്ക് തൂകി മൊത്തം പിള്ളേരെ രണ്ടിനെയും കുത്തി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവലും പാലും വേണമെന്ന് പറഞ്ഞുകൊണ്ട് കച്ചുവിന് ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് അവലും പാലും. കിച്ചണിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല, എല്ലാം പണിയൊക്കെ ഒരുങ്ങി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ആലിയും കച്ചും അവലും പാലും ആണെങ്കിൽ കുറച്ച് ജാസ്തി കഴിക്കും. അതുകൊണ്ട് കച്ചുവിന് അവലും പാലും, ആലിക്ക് ദോശയും കറിയാണ്. രണ്ടിനും ചായ കുടിക്കാനുള്ളതും കൊടുത്ത് പിന്നെ ഞാൻ നേരെ ഇതാ ക്ലീനിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ക്ലീനിങ് കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ, അതായിരിക്കും ഒരുപാട് മടുപ്പ് ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ട്. ഇപ്പോൾ പുറത്ത് നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഒരു റൂമിലാണ് കിടക്കാറ്. ഈ റൂമിലാണ് AC ഉള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും അച്ഛനും അമ്മയും താഴെ ബെഡിട്ട് കിടക്കും, ഞാനും പിള്ളേരും മേലെ ബെഡിൽ കിടക്കുകയാണ് ചെയ്യാറ്. എല്ലാവരും ഒരുമിച്ചാണ് കിടക്കുന്നത്. ഇനി ഇപ്രാവശ്യത്തെ കറണ്ട് ബില്ല് വന്നിട്ടില്ല. കറണ്ട് ബില്ല് വന്നാൽ അറിയാം എത്രത്തോളം പണി കിട്ടിയിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് രണ്ടും ഇതാ TVൻ്റെ മുന്നിലിരുന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഒരിക്കലും എൻ്റെ വ്ളോഗ് കാണില്ല കേട്ടോ. TV വെച്ചാൽ മറ്റുള്ളവരെല്ലാ വ്ളോഗും കൃത്യമായിട്ട് കാണും. എന്തായാലും രണ്ടും അവിടെ ഇരുന്ന് TV കാണട്ടെ. അപ്പോഴേക്കും എൻ്റെ ബെഡൊക്കെ ഇതാ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ചൂടായതുകൊണ്ട് രണ്ടും ഇതാ ബെഡിൽ നിന്നുള്ള കളിയൊക്കെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈകുന്നേരം വരെ ഇതുപോലെ നല്ല നീറ്റായിട്ട് അങ്ങ് കിടന്നോളൂ. ഇന്ന് ഞാൻ കറക്റ്റ് പറയുന്നത് കേട്ടതുപോലെ കച്ചു ഇതാ ഞാൻ ബെഡ് വിരിച്ചിട്ടപ്പോഴേക്കും കച്ചു ഇതാ വന്ന് ബെഡിലേക്ക് കയറി ഇരുന്നിട്ടുണ്ട്. ഇപ്പം ചൂടായതുകൊണ്ട് തന്നെ അവരെ പ്രത്യേകം പറഞ്ഞ് വെള്ളം കുടിപ്പിക്കേണ്ട ആവശ്യമില്ല. രണ്ടും ദാഹിക്കുമ്പോൾ ഇങ്ങോട്ട് ഓടി വന്ന് ചോദിച്ചോളും കേട്ടോ. ഞാൻ തണുത്ത വെള്ളം ടാങ്കൊക്കെ കലക്കി വെച്ച് കുടിപ്പിക്കാറാണ്. ഇനി മഴ തുടങ്ങിയ രണ്ടും കൂടി വാടി വീഴുമോ എന്നുള്ള കാര്യം അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ ചൂടത്ത് തണുത്ത വെള്ളം കൂടി ഇല്ലെങ്കിലൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. എപ്പോഴാ പനി വരുന്നതെന്ന് അറിയില്ല കേട്ടോ. ഇന്നാണെങ്കിൽ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു ഡെലിവറി കൂടി ഉണ്ട് ഹാമ്പേഴ്സിൻ്റെ. ഇപ്പോൾ ഈ ഒരു ഹാമ്പേഴ്സിൻ്റെ പരിപാടി കൊണ്ട് തന്നെ നന്നായിട്ട് ഞാൻ വെയിൽ കൊള്ളാറുണ്ട്. അപ്പോൾ ഞാനിതാ ഇതുപോലുള്ള പൊടിക്കൈകളാണ് ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയാലോ. ഒരു ഫേസ് പാക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എന്നാലും ഞാൻ എന്താ ഇതൊന്ന് ഫേസിലേക്കൊക്കെ അപ്ലൈ ചെയ്ത് റിസൾട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബ്രഷ് ഉണ്ടല്ലോ, ബ്യൂട്ടീഷ്യൻ്റെ കോഴ്സ് പഠിക്കുന്ന സമയത്ത് വാങ്ങിച്ചതാണ്. ഇതുവരെ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ, നല്ല ബ്രഷാണ് കേട്ടോ. ഞാനിത് ഇതിലേക്ക് ഉലുവയുടെ പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിനെ പറ്റി ഞാൻ ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും അല്ലേ. ഈ ഒരു ഫേസ് പാക്ക് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉപയോഗിക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ തൈരൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഫേസ് പാക്ക് ഇടാറ് കേട്ടോ. ഞാൻ ഒരുപാട് ടാൻ അടിക്കുന്ന ആളായതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഫേസ് പാക്കാണ് കുറച്ചുകൂടി റിസൾട്ട് തന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ ആണ്. ഇത് ഞാൻ കുറേ നാൾ മുന്നേ വാങ്ങിച്ചതാണ് കേട്ടോ, ഡേറ്റ് ഒന്നും കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഓയിലി സ്കിന്നാണ്, അപ്പോൾ പാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പിമ്പിൾസ് വരും കേട്ടോ. കൃത്യമായിട്ട് ഫുഡ് കഴിച്ചില്ലെങ്കിൽ പോലും ഫേസ് നന്നായിട്ട് കെയർ ചെയ്യുന്ന ആളാണ് കേട്ടോ ഞാൻ. എൻ്റെ ഓയിലി സ്കിന്നാന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിമ്പിൾസ്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ ഫേസിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഫേസ് നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം ഞാൻ എന്താ ഫേസിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഡെയിലി ഉപയോഗിച്ച് ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഫേസ് പാക്ക് ഇട്ടിട്ട് പിന്നെ അധിക നേരം നിൽക്കേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിക്കോളും കേട്ടോ. ഇപ്പം നല്ല ചൂടാണ്. ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് കഴുകി കളഞ്ഞിട്ടുണ്ട്. ബാലൻസ് വന്നത് ഞാൻ എന്താ കയ്യിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കൈ നന്നായിട്ട് ഇപ്പോൾ ടാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. കൈ ഞാൻ ഒട്ടും ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ട് നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ പാത്രം കഴുകുന്നതിനിടയിൽ ആ കൈക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തത് പോയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നിന്നില്ല. ഇപ്പോൾ ഇത് 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഫേസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ ജസ്റ്റ് കൈ വെച്ച് റബ്ബ് ചെയ്തതിന് ശേഷമാണ് വാഷ് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഉലുവയായത് തന്നെ ഫേസിൽ നിന്ന് പോകാനായിട്ട് കുറച്ച് പാട് വിട്ടിട്ടുണ്ട് കേട്ടോ. കച്ചുവിത മാങ്ങ കിട്ടിയ സന്തോഷത്തിൽ ഭയങ്കര പാട്ടൊക്കെ ആയിരുന്നു. കച്ചുവിൻ്റെ പാട്ട് കേട്ടിട്ട് ആനിക്കിതാ ചിരി സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ. പാട് രസമുണ്ട് പാടിക്കോ. പിന്നെ ഇതാ ഉച്ചക്കത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് 2-3 മണിയായപ്പോൾ ഞങ്ങൾ ഡെലിവറിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സൺസ്ക്രീനൊക്കെ പുരട്ടിയെന്നൊരു സുണ്ടറി ആയിട്ട് വരാം കേട്ടോ. ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. ഞങ്ങളതൊന്ന് പെട്ടെന്നൊന്ന് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. വണ്ടി കയറിയത് പോലില്ല, അപ്പോഴേക്കും ഇതാ വേർത്ത് ഒലിച്ചിട്ടുണ്ട്. ഡെലിവറി കഴിഞ്ഞ് വരുന്ന വഴിക്കുണ്ടല്ലോ ഞങ്ങൾക്ക് വേറൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസും ഉണ്ടായിരുന്നു. ഒരു ഷർട്ട് എടുക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ ചക്കരക്കല്ല ബോക്സിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് അവിടുന്ന് ഒരു ഷർട്ടും എടുത്ത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീട്ടിലോട്ട് വിട്ടിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ, സീ യു.